ബംഗാൾ രാഷ്ട്രീയത്തിൽ അപ്രതീക്ഷിത നീക്കം. മമതാ ബാനർജിക്ക് പരസ്യക്ഷണവുമായി കോൺഗ്രസ് വിട്ടത് തെറ്റായ തീരുമാനമായിരുന്നുവെന്ന് മമത സമ്മതിക്കണമെന്ന് ശുഭാങ്കർ സർക്കാർ. ബംഗാൾ രാഷ്ട്രീയം വീണ്ടും ചൂട് പിടിക്കുമ്പോൾ മമതയുടെ മറുപടിക്കായി എല്ലാവരും കാത്തിരിക്കുന്നു. പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്ന പ്രസ്താവനയുമായി സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ ശുഭാങ്കർ സർക്കാർ രംഗത്ത്. മമതാ ബാനർജി കോൺഗ്രസ് വിട്ടത് തെറ്റായ തീരുമാനമായിരുന്നുവെന്ന് പരസ്യമായി അംഗീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതോടൊപ്പം ജൂലൈ 21 കൊൽക്കത്തയിലെ ഷാഹിദ് മിനാറിൽ നടക്കുന്ന കോൺഗ്രസിന്റെ രക്തസാക്ഷി ദിന അനുസ്മരണ പരിപാടിയിലേക്ക് മമതയെ ഔദ്യോഗികമായി സ്വാഗതം ചെയ്യുകയും ചെയ്തു. ജൂലൈ 21 പരിപാടിക്കായുള്ള ഒരുക്കങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് ശുഭാങ്കർ സർക്കാരിന്റെ പ്രതികരണം. 1993 ജൂലൈ 21 നടന്ന പ്രക്ഷോഭം കോൺഗ്രസിന്റെ ചരിത്രത്തിലെ നിർണായക അധ്യായമാണെന്നും അതിന്റെ പാരമ്പര്യം മറ്റാർക്കും മാറ്റിയെഴുതാൻ കഴിയില്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു. 30ലധികം വർഷങ്ങൾക്ക് മുൻപ് കോൺഗ്രസ് വിട്ട് പുതിയ പാർട്ടി രൂപവൽക്കരിച്ച മമതാ ബാനർജി ആ തീരുമാനം തെറ്റായിരുന്നുവെന്ന് അംഗീകരിക്കണം. ഷാഹിദ് മിനാറിൽ നടക്കുന്ന കോൺഗ്രസ് പരിപാടിയിൽ എത്തി രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ അവരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നുവെന്നാണ് ശുഭാങ്കർ സർക്കാർ പറഞ്ഞത്. ഇനി എന്തുകൊണ്ട് 1993 രക്തസാക്ഷി ദിനം ചരിത്ര പ്രധാനമായതെന്ന് നോക്കാം. 1993 ജൂലൈ 21 അന്നത്തെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൊൽക്കത്തയിൽ സംഘടിപ്പിച്ച വൻ പ്രതിഷേധ മാർച്ചിനിടെയായിരുന്നു വെടിവെപ്പ് നടന്നത്. വോട്ടർ തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കണമെന്ന ആവശ്യം ഉൾപ്പെടെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ആ പ്രതിഷേധം. മാർച്ചിനിടെ പോലീസുമായുണ്ടായ സംഘർഷം രൂക്ഷമായതോടെ നടന്ന വെടിവെപ്പിൽ 13 യുവ പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത്. പശ്ചിമ ബംഗാളിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്നും ഏറ്റവും വിവാദപരവും വേദനാജനകവുമായി ഓർക്കപ്പെടുന്ന സംഭവങ്ങളിലൊന്നാണ് അത്. അന്ന് യൂത്ത് കോൺഗ്രസിന്റെ ഏറ്റവും പ്രമുഖ നേതാക്കളിൽ ഒരാളായിരുന്ന മമതാ ബാനർജിയാണ് പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത്. ആ സംഭവമാണ് പിന്നീട് ബംഗാളിലെ അവരുടെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് വലിയ വഴിത്തിരിവായതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. 1998 കോൺഗ്രസുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് മമതാ ബാനർജി പാർട്ടി വിട്ട് അഖിലേന്ത്യാ തൃണമൂൽ കോൺഗ്രസ് രൂപവൽക്കരിച്ചു. പിന്നീട് തൃണമൂൽ കോൺഗ്രസ് ബംഗാളിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ ശക്തിയായി വളർന്നു. 2011 3 പതിറ്റാണ്ടിലേറെ നീണ്ട ഇടതുമുന്നണി ഭരണത്തിന് വിരാമമിട്ട് മമത അധികാരത്തിലെത്തുകയും ചെയ്തു. എന്നാൽ കോൺഗ്രസ് വിട്ട ശേഷവും എല്ലാ വർഷവും ജൂലൈ 21 തൃണമൂൽ കോൺഗ്രസ് വലിയ റാലികളോടെയും വൻ പൊതുയോഗങ്ങളോടെയും ആചരിച്ചു. കാലക്രമേണ അത് രക്തസാക്ഷി ദിന അനുസ്മരണത്തേക്കാൾ പാർട്ടിയുടെ സംഘടനാ ശക്തി പ്രകടിപ്പിക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പരിപാടിയായി മാറി. ലക്ഷക്കണക്കിന് പ്രവർത്തകരെ പങ്കെടുപ്പിക്കുന്ന ഈ റാലി ബംഗാളിലെ രാഷ്ട്രീയ കലണ്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർഷിക പരിപാടികളിലൊന്നാണ്. മറുവശത്ത് കോൺഗ്രസ് അതേ ദിവസം തന്നെ താരതമ്യേന ലളിതമായ അനുസ്മരണ പരിപാടികളാണ് സംഘടിപ്പിച്ചു വരുന്നത്. ഇതോടെയാണ് 1993 പ്രക്ഷോഭത്തിന്റെ യഥാർത്ഥ പാരമ്പര്യം ആരുടേതാണെന്ന ചർച്ച വീണ്ടും ശക്തമായിരിക്കുന്നത്. 1993 പ്രക്ഷോഭം യൂത്ത് കോൺഗ്രസിന്റെ ബാനറിലായിരുന്നുവെന്നും അതിന്റെ ചരിത്രം കോൺഗ്രസിൽ നിന്ന് വേർപെടുത്താനാവില്ലെന്നും ശുഭാങ്കർ സർക്കാർ പറയുന്നു. ചരിത്രപരമായ ആ സമരത്തിന്റെ യഥാർത്ഥ പശ്ചാത്തലം ജനങ്ങൾക്കു മുന്നിൽ നിലനിർത്തേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി. അതോടൊപ്പം രാജ്യത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മതനിരപേക്ഷ ശക്തികൾ ഒന്നിച്ചു നിൽക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. BJPക്കെതിരായ പോരാട്ടത്തിൽ പ്രതിപക്ഷ ഐക്യം അനിവാര്യമാണെന്ന സന്ദേശവും അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ ഉൾക്കൊള്ളുന്നുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. മമതയുടെ പ്രതികരണം കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ ലോകം. അതെ, ശുഭാങ്കർ സർക്കാരിന്റെ ക്ഷണം രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ടെങ്കിലും ഇതുവരെ മമതാ ബാനർജിയോ തൃണമൂൽ കോൺഗ്രസോ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. അവർ കോൺഗ്രസിന്റെ ക്ഷണം സ്വീകരിക്കുമോ അതോ പതിവ് പോലെ സ്വന്തം പാർട്ടിയുടെ മെഗാ റാലിക്ക് മാത്രം നേതൃത്വം നൽകുമോ എന്നതാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത്. ജൂലൈ 21 അടുത്തെത്തുന്നതിനൊപ്പം ബംഗാളിലെ രാഷ്ട്രീയ പോരാട്ടവും കൂടുതൽ ചൂടുപിടിക്കുകയാണ്. ചരിത്രവും വികാരവും രാഷ്ട്രീയവും കൂടിച്ചേരുന്ന ഈ ദിനം ഇത്തവണയും പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയത്തിന് പുതിയ ചർച്ചകൾക്കും ഏറ്റുമുട്ടലുകൾക്കും വഴിവെക്കുമെന്ന് ഉറപ്പാണ്.